പൊടിക്കാറ്റ് നോക്കി ഇങ്ങോട്ട്. പൊന്നോ ഷിറ്റ്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റിൽ നമ്മൾ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ബോർഡർ ഏരിയ അല്ലേ, ഈ ബോർഡർ ഏരിയ കൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ മഞ്ഞക്കല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, വെയിലത്താണ് ഈ സംഭവം കിടക്കുന്നത്, ഒരു ചൂടുമില്ല, നല്ല തണുപ്പ്. രാജസ്ഥാൻ മരുഭൂമിയിലേ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണും. അതൊക്കെ കനാലാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി കനാൽ എന്നാട്ടോ ഈ കനാലിന്റെ പേര്. പഞ്ചാബ് എന്നാണ് എത്ര ഇത് ഒഴുകി വരുന്നത് രാജസ്ഥാന്റെ ഉള്ളിലേക്ക്. വള്ളി 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 വള്ളി. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോയപ്പോഴും നാലോടുന്ന ആൾക്കാർ വന്നിട്ട് ആകെ ഒച്ചയും വിളി ചീത്തയാണ്. ഇവിടെ സമ്മതിക്കണില്ല നമ്മളെ. എന്ത് പ്രശ്നം എന്നാണ് എനിക്ക് അറിയാത്തോട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെൽട്ടൻ മല്ലു ട്രക്കർ. എൻ്റെ അമ്മ, ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പടാപാട് പെട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് രാജസ്ഥാനിലെ ലാസ്റ്റ് വില്ലേജായ തണ്ണൂത്ത് എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, ഈ നാട്ടിലത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവർക്കെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് കാണുന്നതിനെ ഭയങ്കര ഈറയാണ് തോന്നുന്നത്. അത് ദേഷ്യമാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. കാരണം നമ്മളെ കണ്ടപ്പോൾ ഒക്കെ കല്ലെടുത്ത് എറിയുക, ഉള്ളിക്ക് വരണ്ട, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. ഈ തണ്ണൂത്ത് ഗ്രാമം എന്നറിയപ്പെടുന്നത് രാജസ്ഥാനിലെ ലാസ്റ്റ് വില്ലേജ് ആയിട്ടാണ്. അത് മാത്രമല്ല, ഇത് പാകിസ്ഥാൻ ബോർഡറും കൂടെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നമ്മളോട് പെരുമാറിയത്. അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണാം. പിന്നെ ഇത് ഫസ്റ്റ് പാർട്ട് കേട്ടോ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും കൂടി വരുന്നുണ്ട്. സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഉള്ളിലോട്ട്, അതായത് ഡീപ്പായിട്ട് ഉള്ളിൽ പോയിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ സെക്കൻഡ് പാർട്ട് നമ്മൾ എടുക്കുമ്പോൾ പടാപാടാണ് നമ്മൾ പെട്ടിട്ടുള്ളത്. എൻ്റെ അമ്മ, തിരിച്ചു വന്നതിൻ്റെ വലിയ കാര്യം. പിന്നെ അത് മാത്രമല്ല, പ്രകൃതിയുടെ കുറച്ച് പ്രശ്നം. ഈ പൊടിക്കാറ്റുണ്ടല്ലോ, അതൊരു ചുഴലിക്കാറ്റൊക്കെ വന്നിട്ട് ലാസ്റ്റ് ശ്വാസം മുട്ടൊക്കെ നമുക്ക് ഉണ്ടായി. അത്ര റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. എന്നാൽ നമുക്ക് പോകുന്ന വഴിയിൽ ഓരോരോ കാഴ്ചകൾ അങ്ങനെ കണ്ടിട്ടേ പോവാം. ഒരുപാട് കൃഷി സ്ഥലങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ വീടുകൾ ഇവരെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ പാകിസ്ഥാൻ ലാസ്റ്റ് വരെ നമ്മൾ പോയിട്ട് വരുന്നുണ്ട് കേട്ടോ, അതായത് ബോർഡർ ഏരിയക്ക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ മണൽ ഭൂമിയിലും അതായത് ഈ മരുഭൂമിയിലും ഇവരൊക്കെ എങ്ങനെ ജീവിക്കും എന്നുള്ള വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. പക്ഷെ പോയത് ലാസ്റ്റ് പോകണ്ടെന്നുള്ളൊരു അവസ്ഥയിലായിപ്പോയി. കാരണം എത്തിപ്പെട്ട ഓരോരോ സ്ഥലത്തൊക്കെ ഇവർക്ക് നമ്മളെ കാണുമ്പോൾ എന്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളോട് ഭയങ്കര ദേഷ്യത്തിലാണ് പെരുമാറിയത്. അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് ഒരുപാട് ചോദ്യം ചോദിക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ. അതിനൊക്കെ ഉത്തരം ഞാൻ എന്തായാലും തരാം. അതായത് നമ്മൾ ഈ രാജസ്ഥാൻ സീരീസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്തൊക്കെ നമുക്ക് എക്സ്പെൻസായി, എവിടെയൊക്കെ പ്രശ്നമായി, നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ളത് ലാസ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കയറി ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ കമൻസിൽ അറിയിക്കണേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്ക്രീനിലും കാണിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം ഐ ഡി. അതും കൂടെ ഒന്ന് കയറി ഫോളോ ചെയ്തിട്ട് നമ്മുടെ ചാനലൊന്നും അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ടോ ഫ്രണ്ട്സ്. പോകുന്ന വഴിക്ക് തന്നെ ആദ്യം കണ്ട കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ പടർന്ന് വിരിഞ്ഞ് നിൽക്കുന്ന ഈ മരുഭൂമി തന്നെയാണ്. ഈ മരുഭൂമി കാണാൻ ഒരു രസം തന്നെയാണ് കേട്ടോ. പക്ഷെ ഭയങ്കര റിസ്ക്കാണ് ഇതിലിവിടെ ജീവിക്കുക എന്നുള്ളത് പറഞ്ഞത്. പിന്നെ ഒരുപാട് സ്ഥലത്ത് കുറേ പശുക്കളും ആടുകളും ഒട്ടകങ്ങളൊക്കെ കണ്ടായിരുന്നു. ഇതൊന്നും വളർത്തുന്നതല്ല കേട്ടോ, ഇതൊക്കെ വൈൽഡായിട്ട് ഈ കാട്ടിലൂടെ, അതായത് ഈ മണൽഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്നതാണ്. റണ്ണിങ്ങിൽ ഇങ്ങനെ പോവുമായിരുന്നല്ലോ, നോക്കുമ്പോൾ ഇവിടെ മാത്രം എന്തോ ഒരു പച്ചപ്പ്. അപ്പോൾ യൂട്ടേൺ അടിച്ച് വന്ന് നോക്കാൻ വന്നപ്പോൾ സംഭവം കണ്ട കാഴ്ച എന്താണെന്നറിയാം നിങ്ങൾ? ജീരകത്തിൻ്റെ ചെടിയാട്ടോ ഈ രാജസ്ഥാൻ മരുഭൂമിയിൽ ഇവർ കൃഷി ചെയ്യുന്നത്. ഇതൊക്കെ ജീരകത്തിൻ്റെ ചെടിയാണ് ഈ കാണുന്നതൊക്കെ. അത്ഭുതം തന്നെ കേട്ടോ. മണലാണ്. ഈ മണലിൽ എങ്ങനെ ഇതൊക്കെ വളരണമെന്ന് മനസ്സിലാവാത്തത്. കുഴൽക്കിണർ കുത്തിട്ടാട്ടോ ഈ കൃഷി നടത്തുന്നത്. കുഴൽക്കിണർ
അവിടെ എവിടെയോ ചെയ്യുന്നുണ്ട്. അവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കോഴിക്കിണർ കുത്തിയിട്ടാണ് ഇവിടെ കൃഷി നടത്തുന്നത്, അത് വേറെ കാര്യം. പക്ഷേ നമ്മുടെ നാട്ടിൽ പോലെ 200-500 അടിയിലൊന്നും വെള്ളം വരില്ല. അത്രേ 1500 അടി 2000 അടി ആഴത്തിലാണ് അത്ര ഇവിടത്തൊക്കെ കോഴൽക്കിണറൊക്കെ. പിന്നെ അത് മാത്രമല്ല, ഒരു കോഴൽക്കിണർ കുത്തണം എന്നുണ്ടെങ്കിൽ 15 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം വരെ ചിലവാകും അത്ര ഒരു കൃഷി നടത്തുന്ന സ്ഥലത്തേക്ക്. പക്ഷേ ഇവരെ വരുമാനം കേട്ടപ്പോൾ ഞാൻ അന്തം വിട്ടു. ഈ കണ്ട ഈ ആട് മേയ്ക്കലും പശുവിനെ ഇങ്ങനെ ഇതിൽ കൂടെ വിടലും എന്ത് കൃഷി നടത്തുന്നവരൊക്കെ ഉണ്ടല്ലേ, മന്ത്ലി 1.5 ലക്ഷം 1 ലക്ഷം റുപ്യ കളക്ട് ചെയ്യും അത്രേ അവരുടെ സാലറി. അപ്പോൾ ഇവിടുന്ന് നമുക്കിനി പോവാം. ഇനി പോകുന്ന വഴിക്ക് നമ്മൾ അടുത്ത കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ആളുകൾ വീട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആ വീടുണ്ടാക്കുന്ന കല്ലിൻ്റെ പേര്, അതായത് നമ്മുടെ നാട്ടിൽ വെട്ടുകല്ല് ഇഷ്ടിക എല്ലാം യൂസ് ചെയ്യില്ലേ നമ്മൾ, അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് യെല്ലോ സ്റ്റോൺ, അതായത് മഞ്ഞക്കല്ല് എന്ന് പറഞ്ഞ ഒരു കല്ലാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് എന്ന് പറഞ്ഞ സംഭവം ഉള്ളിക്ക് വലിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ രാജസ്ഥാനിൽ എവിടെ കണ്ടാലും ഈ യെല്ലോ സ്റ്റോൺ കൊണ്ടുള്ള വീടുകൾ ഉള്ളത്. നമ്മൾക്ക് അതും കൂടെ അവരെങ്ങനെ ഉണ്ടാക്കുന്നത് കൂടി നോക്കിയിട്ട് വരാം. രാജസ്ഥാനിലെ സിയാംബർ എന്ന് പറഞ്ഞ ഒരു വില്ലേജിലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ. നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് അവിടുന്ന് അത്ഭുതമായി നോക്കി മുകളിൽ വീട് ഇവർ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാഴ്ച ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഇവർ ഈ കല്ലിന് പറയുന്നത് മഞ്ഞക്കല്ല് എന്നാട്ടോ പറയണത്. ഇത് മൊത്തമായിട്ട് കിട്ടും അത്ര. എന്നിട്ട് വേണ്ട പോലെ ഇവർ ചെതുക്കി എടുക്കുകയാണ്. അതായത് ഒരു ശില്പം പോലെ ഇതുണ്ടോ കട്ട് ചെയ്തിട്ടുണ്ട് വേണ്ട ഡിസൈനിൽ. പിന്നെ അവരങ്ങനെ ചെതുക്കി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഈ മഞ്ഞക്കല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, വെയിലത്താണ് ഈ സംഭവം കിടക്കുന്നത്. ഒരു ചൂടുമില്ല, നല്ല തണുപ്പ്. ചൂട് തന്നെയല്ല, അതുണ്ടോ ചൂട് തന്നെയല്ല ഇതൊന്നും. ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറി നിൽപ്പുണ്ടല്ലോ, നല്ല തണുപ്പ്. ഒരു തുറന്ന് കാണിച്ചു തരാം കേട്ടോ പറഞ്ഞ്. നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് നോക്കി നോക്കാം. ഉള്ളിൽ നോർമലി നമ്മൾ വീടുകൾ പോലെ കോൺക്രീറ്റ് തന്നെ ചെയ്യുന്നത്. പക്ഷെ ഉള്ളിക്ക് കയറി നിന്ന ചൂടറിയണില്ല കേട്ടോ. സെമ്മ ചില്ലുണ്ടിരിക്ക് വെളിയോ കൊളുത്തിത് മണ്ടേ. ഇത് ബെഡ്റൂം. ഈ കല്ല് കണ്ടോ, ഈ കല്ല് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് നീളത്തില് മഞ്ഞക്കല്ലെന്നാട്ടോ സലീം ഭായി പറഞ്ഞത്. ഇതിന് തീരെ ചൂട് പറഞ്ഞ സംഭവം കൊള്ളൂല അത്രേ, നല്ല തണുപ്പത്തിൻ്റെ ഉള്ളിൽ. യെല്ലോ സ്റ്റോണിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ ചെറിയൊരു തിളക്കം അങ്ങനെ വരും അത്ര ഈ കല്ലിൻ്റെ കൂടെ. ഈ ഗോൾഡൻ സിറ്റി പറഞ്ഞ ഒരു ഗ്രാമം ഉണ്ടല്ലോ നമ്മളെ രാജസ്ഥാനിൽ, അതൊക്കെ ഈ തിളങ്ങാനുള്ള കാരണം ഈ കല്ല് കാരണം കേട്ടോ. ഇത് ഭയങ്കര പ്രത്യേകത ഉള്ളൊരു കല്ലാന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഓക്കെ, താങ്ക് യു ഭയ്യ, താങ്ക് യു. ഇത് പിന്നെ തൊട്ടി, അവർ വെള്ളം പിടിച്ച് വയ്ക്കുന്ന തൊട്ടി കേട്ടോ. തമിഴ്നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ തൊട്ടികൾ ഒരുപാട് കാണാം. ഇതുണ്ടോ, വെള്ളം പിടിച്ച് വയ്ക്കുന്ന തൊട്ടിയാണിത്. പിന്നെ പോകുന്ന വഴിക്ക് വേറെ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പുറത്ത് പൂശൊന്നുമില്ലേ, ഇത് കണ്ടില്ല, പുറത്ത് ഒരു പൂശലും ഇല്ല, ഒന്നുമില്ല. ആ കല്ല് വെച്ച് വിട്ട് കഴിഞ്ഞാൽ അതിക്ക് വെയിൽ തട്ടിയാലും ചൂട് ഇറങ്ങണില്ല അതിൻ്റെ ഉള്ളിലേക്ക്. അതാണ് ഈ കല്ലിൻ്റെ പ്രത്യേകത. എനിക്ക് കണ്ടിട്ട് അത്ഭുതം കേട്ടോ തോന്നുന്നത്. ഈ ചൂടിലും ഉള്ളിലേക്ക് കയറിയപ്പോൾ പെരും തണുപ്പ്. നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് പുറത്തേക്ക് വരാം. പിള്ളേരെ നമ്മളെ കണ്ടപ്പോൾ കണ്ടോ, ഹായ്. ओ ठीक है। तो नाम? मेरा नाम सलीम खान। सलीम खान। तुम? सलीम खान। You? सलीम खान गैंगस्टर। School? Gangster. You gangster? അവൻ ഗാങ്സ്റ്ററാ. അടിച്ച് കാത് ഇതെല്ലാം കപടണ്ടോ. ഇവൻ ഗാങ്സ്റ്ററാണ് അത്ര. Instagram ഐഡി വെച്ചിരിക്കണ ഗേൾഫ്രണ്ട് ഉണ്ടോ? ഏയ് ഗേൾഫ്രണ്ട് നെയ്. ये मेरा दोस्त है। हां स्कूल आ मैंने इधर ഓ ഇത് സ്കൂളും അല്ല. കണ്ടപ്പോ തന്നെ അതാണ് தெரியுது. நல்லா வச்சு செய்யறானுங்க நம்மள. நமக்கு புரியாதனால நம்ம வாட்டுக்கு போய்க்கு இருக்க வேண்டியதான். ഇവന്മാര് നമ്മളെ നല്ല ആക്കലാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ വന്നത് കേട്ടോ. ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇതാണ് അവസ്ഥ. മഞ്ഞക്കൽ, യെല്ലോ സ്റ്റോൺ, എല്ലാ വീടും അതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ. ഫുൾ വീടും അതുകൊണ്ട് ഉണ്ടാക്കുന്നത്. ഇത് മാത്രം എന്തോ ഒരു ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടോന്നു. പക്ഷേ ഇതിന് മുകളിലത്തെ കല്ലുണ്ടാകും, അത് യെല്ലോ സ്റ്റോൺ തന്നെയാണ് കേട്ടോ.
പക്ഷെ അത് വേറെ കളറിലാണല്ലോ. ഇത് യെല്ലോ സ്റ്റോൺ ആണോ പക്ഷെ അറിയില്ല. പക്ഷെ ഇത് ചൂട് ഉള്ളിലേക്ക് ഇറക്കണില്ല, അതാണ് പ്രത്യേകത. ഇതൊരു വീടാട്ടോ, കണ്ട എന്തൊരു കൊട്ടാരത്തിന്റെ ഒരു ഫീൽ പോലെ. ഇതൊരു വീടാണ്. ഇത് കണ്ടോ നിങ്ങൾ, ഇതൊരു വീടാണിത്. ഭയങ്കര ഡിസൈനിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാവ്, പിള്ളേരെ നമ്മൾ വിടുന്നില്ല, പിന്നാലെ തന്നെ വരികയാണ്. ഈ സ്കൂൾ ഉണ്ടായിരിക്കുന്നതും ആ യെല്ലോ സ്റ്റോൺ കൊണ്ട് തന്നെയാണ് കേട്ടോ. ഇതാ 10ാം ക്ലാസ് വരെ കേട്ടോ ഈ സ്കൂള്. ബൈ 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 ബൈ. പോകുന്ന വഴിക്ക് കണ്ട വേറൊരു കാഴ്ച കേട്ടോ ഫ്രണ്ട്സ്. ഈ ആടുകളുടെ കൂട്ടം കണ്ടില്ലേ, ഇവരുടെ തലയ്ക്ക് വെയിൽ തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിനൊന്നിങ്ങനെ ഇണങ്ങി നിന്ന് തല ഉള്ളിലോട്ട് വെക്കും കേട്ടോ. തല മാത്രം വെയിൽ തട്ടില്ല, ബാക്കിയൊക്കെ പുറത്തായിരിക്കും. ഇത് കണ്ടില്ലേ നിൽക്കുന്നത്, തല ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വെക്കും. എന്നിട്ട് കഴിഞ്ഞ് തണലിക്ക് വേണ്ടിയിട്ടാണത്. ഓ ഇതൊക്കെ ഈ വില്ലേജ് കാണാൻ പോണ വയ്ക്കപ്പെട്ട ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവർ വിടുന്നില്ല നമ്മളതിൻ്റെ ഉള്ളിലേക്ക്. പക്ഷെ കാര്യങ്ങൾ സംസാരിച്ചു. ഓ എൻ്റെ അമ്മ ഇങ്ങോട്ട് മറ്റേ പൊടിക്കാറ്റ് നോക്കി ഇങ്ങോട്ട്. പൊന്നോ ഷിറ്റ്. കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ വിടാന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റിൽ നമ്മൾ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ബോർഡർ ഏരിയ അല്ലേ, ഈ ബോർഡർ ഏരിയ കൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ടോയ്ലറ്റ് അടിക്കണ നോക്കി ഇവിടെ. എൻ്റെ അമ്മോ നോക്കി വെള്ളം മാറിയിട്ട് കുറേ വന്നു. ഞാനേ കഴിഞ്ഞ വീടിൽ രാത്രിയിൽ ഈ ആടും പശുവും ഒട്ടകങ്ങളൊക്കെ മേയിച്ച് ഈ ഡെസേർട്ടിൻ്റെ ഉള്ളിലൂടെ നടക്കുന്ന ആളുകളിലെ അവരെ കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുമ്പേ ഒരു വീഡിയോ, അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ കിലോമീറ്ററോളം, അതായത് ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ വരെ ഇങ്ങനെ നടന്നു പോകട്ടോ. ഇന്ന് പോയിട്ട് അല്ലെങ്കിൽ വൈകിട്ട് തിരിച്ചു വരിക അങ്ങനെ ഒന്നല്ല, നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന കഴുതകൾ കണ്ടില്ലേ, ഈ കഴുതേൻ്റെ മുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അരിയും മല്ലിപ്പൊടി മുളകും ഉപ്പൊക്കെ അങ്ങനെ സാധനങ്ങളൊക്കെ ഈ കഴുതേൻ്റെ മുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കല്ലും വിറകൊക്കെ ഡെസേർട്ടിൻ്റെ നടുക്ക് കിട്ടുമല്ലോ, അപ്പോൾ അവിടെ നിന്ന് തന്നെ വച്ചുണ്ടാക്കി കഴിച്ചിട്ട് പിന്നെ വീണ്ടും നടക്കാൻ തുടങ്ങും. ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഇവർ ഡെസേർട്ടിൻ്റെ ഉള്ളിൽ നടന്നു പോകട്ടോ. രാജസ്ഥാൻ മരുഭൂമിയിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണും. അതൊക്കെ കനാലാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി കനാൽ എന്നാട്ടോ ഈ കനാലിൻ്റെ പേര്. പഞ്ചാബ് നിന്നാണ് ഇത്ര ഇത് ഒഴുകി വരുന്നത് രാജസ്ഥാൻ്റെ ഉള്ളിലേക്ക്. ഈ കനാൽ വന്നതിന് ശേഷം ഒരുപാട് പേര്, അതായത് ഈ ഡീപ്പായിട്ട് ഡെസേർട്ടിന് നടുക്ക് ജീവിക്കുന്ന ആൾക്കാരല്ലേ, അവരൊക്കെ അവിടുന്ന് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഈ കനാലിൻ്റെ അടുത്താണ് അവർ ജീവിക്കുന്നത്. ഒരുപാട് വില്ലേജ് ഉണ്ട് കേട്ടോ, ആ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ കനാൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചാബിൽ നിന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്. ഈ വെള്ളം വന്നതിന് ശേഷം ഇവിടെ ഒരുപാട് പേർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. സംഗതി ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിക്കണം എന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഇവിടെ നിർത്തിയത്. മരുഭൂമി ഉണ്ടല്ലോ, ഈ മരുഭൂമിക്ക് ആകെയുള്ള ഒറ്റ സോഴ്സ് ഈ വെള്ളമാണ് കേട്ടോ, ഈ കനാലാണ്. ഇത് റീസെൻ്റ്ലി ആണ് ഇത്ര ഇതൊക്കെ തുടങ്ങിയത്. പഞ്ചാബിൽ നിന്നാണ് ഈ ഒഴുകി വരുന്നത് കേട്ടോ ഈ കനാല്. പക്ഷെ വെള്ളം അധികമൊന്നും ഇല്ല, കുറച്ചുള്ളൂ. പക്ഷെ ഇത് കുടിവെള്ളമായിട്ടൊക്കെ അവർ യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറയണത്, കാരണം ഇവിടെ വെള്ളം ഇല്ലല്ലോ. പോകുന്ന വഴിക്ക് വേറൊരു ലാൻഡ് കണ്ടായിരുന്നു, കുറച്ച് വെള്ളങ്ങളൊക്കെ തേക്കി വെച്ചിട്ടുണ്ട് അവിടെ, എന്ത് കൃഷി നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഈ മരുഭൂമിയിൽ ഇവരെങ്ങനെ കൃഷി ചെയ്യണമെന്നുള്ള ഒന്ന് എടുത്തു പോയിട്ട് നമുക്ക് നോക്കിയിട്ട് വരാം. എനിക്ക് തോന്നുന്നത് അവർ ആ ജീരകത്തിൻ്റെ ചെടിയാണ് ആ കൃഷി ചെയ്യുന്നത് തോന്നുന്നത്. ഇവിടെ ഫുള്ള് അതാ ചെയ്യുന്നത്. ഈ വെള്ളം കണ്ടില്ലേ, അത് നമ്മൾ നേരത്തെ കണ്ട ആ ഡാമിൽ നിന്ന് എടുത്തു കൊടുത്തിട്ട് പിന്നെ ഇവരിവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ കൃഷിക്ക് വേണ്ടിയിട്ട്. ഇതാണ് അവർ കൃഷി ചെയ്യുന്ന സംഭവം. പക്ഷെ ഇത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല, പോയി ചോദിച്ചു നോക്കാം. ഇതാണ് കേട്ടോ ഇവർ കൃഷി ചെയ്യുന്നത്. ഇത് എന്തോ ഒരു ചെടിയാണ്, പക്ഷെ ഇത് എന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല. കുത്തിട്ടോ, ഇത് മുള്ള്.
முள்ளுன்னு நினைக்கிறேன் இந்த குத்து குத்துது முள்ளுன்னு நினைக்கிறேன் இந்த குத்து குத்து அதுக்கு தான் அவங்க அந்த கம்பி வச்சிருக்காங்க போல கையில் അവരുടെ കയ്യിലൊരു വടി കണ്ടില്ലേ അതിൽ 2 കമ്പി ഇങ്ങനെ മുള്ളു പോലെ നീട്ടി നിൽക്കും അത് ഈ ചെടി എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഞാനറിയാതെ അത് പോയി തൊടുകയും ചെയ്തു അതിൽ ഫുള്ളും മുള്ളായിരുന്നു ഇത് അവരോട് ചോദിച്ചപ്പോൾ ജീരകത്തിൻ്റെ ചെടി തന്നെ പറഞ്ഞു ഇത് ഒരു കൂട്ടി വെച്ചിട്ട് പിന്നെ അതിനുശേഷം ഇവിടുന്ന് ലോഡ് കയറ്റി കൊണ്ടുപോയിരിക്കും കേട്ടോ ഫാക്ടറിക്ക് പക്ഷെ ഫാക്ടറി ഇവിടെ എടുത്തൊന്നുമല്ല അത് കിലോമീറ്ററോളം ദൂരത്തിനപ്പുറമാണ് പക്ഷെ മരുഭൂമിയിൽ ഇവർ ചെയ്യുന്ന കൃഷി എന്ന് പറയുന്നത് കൂടുതലും ഇതൊക്കെ തന്നെയാണ് ആ കയ്യിൽ കൊണ്ടുവരുന്നുണ്ടല്ലേ നിങ്ങൾ ഞാനതറിയാതെ ആ ചെടി പോയി പിടിച്ചപ്പോൾ നല്ല കുത്തി മുള്ള് பின்னாடி நோண்டிக்கிட்டு இருக்கான் பாருங்க பாய் 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 டாடா ഹായ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വന്ന് ഇതാ ലാസ്റ്റത്തെ വില്ലേജിലേക്ക് എത്തിയിട്ട് ആ കാണുന്ന ഗ്രാമങ്ങൾ കണ്ടില്ലേ ഇതുപോലത്തെ ഗ്രാമങ്ങളാണ് ഇനി അങ്ങോട്ട് പാകിസ്ഥാൻ ബോർഡർ വരെ ഇനി പാകിസ്ഥാൻ ബോർഡർക്ക് വെറും 50 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറേഷൻ അധികമായി കഴിഞ്ഞാൽ അധികം ആളുകളും വീഡിയോസ് കാണാറില്ല കാരണം ഇതൊക്കെ ഭയങ്കര റിസ്ക് എടുത്തിട്ടും പ്രത്യേകതര വീഡിയോസുകളല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ കാണണം ഇങ്ങനത്തെ സ്ഥലങ്ങളും ഉണ്ട് ഈ മരുഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്ന ആളുകളും ഉണ്ടെന്നുള്ളത് നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യമല്ലേ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നേരെ ഇനി ആ വില്ലേജിലോട്ട് എന്നിട്ട് ആ വില്ലേജൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ വീഡിയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യേണ്ട ഫ്രണ്ട്സ് ഇതുപോലത്തെ കാഴ്ചകൾ ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ സംഗതി നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് അല്ല എക്സ്പ്ലോർ ചെയ്യുന്നത് ഇതുപോലെ ആരും എക്സ്പ്ലോർ ചെയ്യാത്ത അധിക സ്ഥലങ്ങളാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുന്നവർക്ക് നല്ലൊരു കാഴ്ചകളായിരിക്കും അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം അടുത്ത ഈ ഗ്രാമങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് കേട്ടോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഉടനെ പാർട്ട് 2 വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ ഫ്രണ്ട്സ് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ പാകിസ്ഥാൻ ബോർഡറിൽ തലക്ക് വെളിവില്ലാത്ത ആൾക്കാരാണ് കാരണം അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ബൈ